വേസ്റ്റ് ഹിപ്പ് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. വേസ്റ്റിൻ്റെ ഹിപ്പിൻ്റെ റേഷ്യോ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞ് കൂടിയിരിക്കുന്ന കൊഴുപ്പ് എത്രത്തോളം ഡേഞ്ചറസ് ആണ്, വിസറലായിട്ടുള്ള ഓർഗൻസിന് ചുറ്റുമാണോ അടിഞ്ഞിരിക്കുന്നത് അറിയാനായിട്ട് സാധിക്കും. വേസ്റ്റിൻ്റെ സർക്കംഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നോർമലായിട്ട് നിങ്ങൾ നിൽക്കുക. ശ്വാസം അധികമായിട്ട് എടുക്കാനോ അധികം പുറത്ത് എക്സേൽ ചെയ്യാനോ നിൽക്കേണ്ട, നോർമലായിട്ട് നിൽക്കുക. അതിനുശേഷം നിങ്ങളുടെ പൊക്കിളിന് മേലായിട്ട് ടേപ്പ് വെച്ച് മെഷർ ചെയ്യുക. സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻറ്റിമീറ്ററിൽ എന്നിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഹിപ്പിൻ്റെ നോക്കാനായിട്ട് നിൽക്കുക, കാല് കൂട്ടി വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ ബട്ടക്സിൻ്റെ ഏരിയയിൽ കൂടെ സർക്കംഫറൻസ് നോക്കുക. ഇനി ആ വേസ്റ്റിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ ഹിപ്പിൻ്റെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെഷർമെൻറ്റ് കിട്ടും. അതാണ് നിങ്ങളുടെ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ. നോർമലി വേസ്റ്റിൻ്റെ സർക്കംഫറൻസിൻ്റെ അളവ് ഹിപ്പിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാരിൽ അത് 0.9 താഴെയായിരിക്കണം, സ്ത്രീകളിൽ അത് 0.85 താഴെയായിരിക്കണം. നമ്മുടെ ബോഡിക്ക് നോർമലായിട്ട് വേണ്ടത് പിയർ ഷേപ്പാണ്. പക്ഷെ നമ്മുടെ വേസ്റ്റിൻ്റെ സർക്കംഫറൻസ് ഓവറായിട്ട് കൂടുമ്പോഴാണ് അതൊരു ആപ്പിൾ ഷേപ്പായി മാറുന്നത്. വിസറൽ ഫാറ്റ് അധികമാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഓർഗൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേഗം തന്നെ ചികിത്സാ സഹായം തേടാം.